ഉണ്ട് അവിടെ MMOVHSS പഠിപ്പിക്കുന്നു. അറിയോ? വിഗീത രാജേഷ് അറിയോ? അതെ, ഞാൻ ഇയാളെയാണ് എൻ്റെ ടാർഗറ്റായിട്ട് വെച്ചുകൊണ്ട് ഏറ്റവും മിടുക്കനാക്കാൻ തീരുമാനിച്ചത്. അത് ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ 6 മാസത്തിനകം ഒരു സ്വന്തം കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് ചെയ്യാവുന്നൊരു ജോലി ഇനി തന്നൊന്ന് ഇൻക്രീസ് ചെയ്തോളൂ. Hello. Speak up, it's for you. The mic is in your hands. Yes. Hello. എൻ്റെ പേര് ഷിജി സുപ്പൂർ. ഞാൻ ഇപ്പോൾ എൻ്റെ പ്രസന്റ് സ്ഥലം ഫോർട്ട് കൊച്ചി വേലിയാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കളിപ്പറമ്പ എന്ന സ്ഥലത്താണ്. ഞാനിവിടെ സബ്സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടെക്നിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ കോളേജിൽ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ചെറുതും വളർന്നു കനിയപ്പള്ളി അവിടെ അടുത്താണ്. കൊച്ചിൻ കോളേജിലാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് സുവോളജിയിൽ. പോസ്റ്റ് ഗ്രാജുവേറ്റ് താങ്ക് യു വെരി മച്ച്. ഇവിടെ പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് Wednesday onwards we'll start the ball rolling. Okay? And thank you for coming online. ഈ സമയത്ത് വേറെ ആരെയും my friend who was there here has not come yet. Okay, so Ansil Nasser. ഏത് ക്ലാസ്സിലാണ്? +1. Okay. നെക്സ്റ്റ് ടൈം ഇപ്പം നന്നായി പോണെന്ന് പറയണം. Okay, teacher. ഓക്കെ. ഇനി എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ടീച്ചറിന് എന്തൊക്കെയുണ്ട് വിശേഷം? അവധിക്ക് എന്താ പരിപാടി? ബക്രീദ് ആഘോഷിക്കണം. Thank you and same to you. +1 അവിടെ തന്നെ MMOVH. ഇതുകൊണ്ട് നമുക്ക് ട്യൂസ്ഡേ വരെ അവധിയാണ്, അല്ലെങ്കിൽ അവധിയാണ്. ഞങ്ങളിവിടെ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അന്നേരം ഈ സാറ് വളരെ ഉപകാരമായി. ഞങ്ങളെക്കാളും നല്ല ഉയർന്ന പൊസിഷനിലെത്തണം. Anyone else want to say hello to teacher? Please come. എന്താണ് പേര്? PR. ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഇങ്ങനത്തെ പേരുകളാണ്. ഇപ്പൊ എനിക്ക് ഇങ്ങനത്തെ പേര് കേൾക്കും പറഞ്ഞിട്ട് നല്ല ശീലമാണ്. ഏതാണ്? അടുത്തൊക്കെ എങ്ങനെ പോകും? മറ്റുള്ളവരെല്ലാവരെയും കണക്ട് ചെയ്ത് തരാം. നമ്മുടെ ടീച്ചർമാരും പലരും ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടും. Already Wiki as well as your company and friends, and then from that you can benefit even more. ഞാനിവിടെ ക്ലാസ്സിലാണ്. അതുകൊണ്ട് എനിക്ക് പേടിയായി നിർത്താൻ പറ്റുന്നത്. അതുകൊണ്ട് അങ്ങനെ ഹോട്ടൽ കയറി ബസ്സുകളൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. എൻ്റെ ഭീതി ഒന്നും ഉണ്ടാവില്ലെന്നായിരുന്നു. ഇനി ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഈ റേഞ്ച് ഒക്കെ നഷ്ടമായി പോകും. നമ്മൾ നടന്നുകൊണ്ട് പോയി വരുന്നത് ഞാൻ ഇപ്പോൾ ഫാമിലി കണ്ടിട്ടില്ലേ, മകൾ വിളിച്ചു പറഞ്ഞാലും വിളിക്കും. നമ്മൾ എന്തായാലും വലിയ സ്കൂളിൽ നോക്കില്ല.
I am Roshan. Yeah. Roshan. Yes. Okay. I am very. Okay. You are studying English, right? Yeah. Okay, I'm happy. Okay. Thank Are you from Kerala? Yes. Okay. What is your name? What's your Name? name? Munas. Okay. Brothers and sisters, our problems are global. So we have to prepare as global citizens. So what we are trying to do is teach you by connecting you with people all over the world. And it also becomes an income earning opportunity for you. That I have around 23,000 teachers on my call. Because I am a teacher's teacher, I am a teacher's trainer. So they will accept me, they will be happy to connect their students with you people so that you can develop your language skills. Follow. And mostly, I am preparing you to teach the others so that then he is getting value. So he will be happy to come back. So rather than these teachers teaching the students, you are going to teach them. So I am going to prepare you to teach them. Follow. There is people, if need be, to and ask them to give you a computer. But I don't plan to give it to you free. And we can generate revenue. Follow. That is why I connected him. He's a principal of a school in Sri Lanka. And he is our teacher. He is അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അദ്ദേഹം തിരക്കിനിടയിൽ നമ്മുടെ സ്ഥാപനത്തെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ എന്തെങ്കിലും തന്റെ കൈവനുസരിച്ച് മറ്റു നിലക്കും സഹായിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് അദ്ദേഹമാണ് സുഭാഷ് സാറിനെ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തി കൊടുത്തതും ഇവിടുത്തെ അവസ്ഥകളൊന്ന് കാണാനുള്ള ഒരു അവസരം ഒരുക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഓൾറെഡി ഒരു ടീച്ചറായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആകില്ലേ ഡെൽറ്റ സ്റ്റഡി നമ്മൾ കാണാറുണ്ടല്ലോ, ഗ്രൗണ്ടിലൊക്കെ കളിക്കുമ്പോൾ കാണാറുണ്ട്. ഡെൽറ്റ സ്റ്റഡി പഠിക്കുന്നത് വെച്ചിട്ടുണ്ട്. പർസനല് മറ്റേ കൊച്ചി വാർത്ത പുറത്തുനിന്ന് ആൾക്കാരുടെ ഞങ്ങളുടെ കുട്ടികൾ തന്നെ കഴിവുള്ളവരാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു സാധനം പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർക്ക് തോന്നുന്ന മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അവർ പുറകിലാണ്. കാരണം നമുക്കറിയാം അവർ വരുന്ന ചുറ്റുപാടുകൾ ഇതൊക്കെ ഉള്ള അവസ്ഥയായിരിക്കും. കാരണം പഠിച്ചിരുന്ന സ്റ്റാൻഡേർഡൊക്കെ സ്കൂളുകളിൽ വന്ന് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ അവരെന്ത് ചെയ്യുമ്പോൾ സംസാരിക്കാനോ എഴുതാനൊക്കെ പുറകിലാണ്. പക്ഷെ ആ ഒരു നെഗറ്റീവ് പോയിന്റും ബാക്കി 99% പോസിറ്റീവ് പോയിന്റുമുള്ള കുട്ടികൾ.
അപ്പോൾ അവരെ കൊണ്ട് കഴിയുമെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്രസംഗത്തിലാണെങ്കിലും ഇവിടെ ക്വിസിന്റെ മത്സരം നടത്തിയിട്ട് ഇപ്പം പലപ്പോഴും ഫസ്റ്റും സെക്കൻഡും തേർഡും മേടിച്ചിട്ടാണ് നോക്കിയത്. കുട്ടി ഇപ്പോൾ എന്താണ് ആന്ധ്രാപ്രദേശ് ആർമിയിലെ ടെലികമ്മ്യൂണിക്കേഷൻ ഇപ്പം കിട്ടിയ ട്രെയിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 3 പിള്ളേർ ഇപ്പം ISRO മുംബൈയിലെ റോക്കറ്റ് ഷിപ്പിങ്ങിന്റെ ഇവിടുത്തെ സ്ഥാപനത്തിലെ കുട്ടികളുണ്ട്. ചില കുട്ടികൾ PGക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന +1 +2 അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇംഗ്ലീഷിൽ കുറച്ച് ഡൗൺ ആണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയും, അതിനുള്ള കഴിവ് അവർക്ക് തന്നിട്ടുണ്ട്, കുറച്ചവർ തന്നിട്ടുണ്ട്. ദൈവം അതിനുള്ള കഴിവർക്ക് ഒരുക്കി കൊടുത്തുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ അവർക്ക് നിങ്ങൾ ഗൈഡായിട്ട്, ഒരു അധ്യാപകനായിട്ട്, ഒരു രക്ഷിതാവായിട്ട് നിന്നുകൊണ്ട് ഇപ്പൊ നമ്മൾക്കറിയാം ഇപ്പാക്കാരുടെ മക്കളോട് വന്നിട്ടുണ്ട്. അവരുടെ രക്ഷിതാവ് അവരുടെ ഉമ്മയും കൂടിയാണ്. പക്ഷെ കൂടാതെ നിങ്ങൾ അവരുടെ ടീച്ചറാണ്, ഞങ്ങൾ അവരുടെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ സഹോദരനാണ്, പിതാവിന്റെ സ്ഥാനത്ത് ഞങ്ങൾ നിൽക്കുന്നു. എല്ലാം കൊണ്ടാണ് അവർക്ക് തോന്നുന്നു ഇവരാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. കാരണം ഇവരെ സംരക്ഷിക്കാൻ, ഇവരെ നോക്കാൻ, ഇവരെ സഹായിക്കാൻ ഒക്കെ എന്താണ് എല്ലാ ജനങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നല്ലൊരു അവസരമാണ് നമ്മൾക്കുള്ളത്. ജീവിതത്തിലുള്ള സാധാരണ വളരെ ടീച്ചറാകാൻ മാത്രമല്ല, ഇപ്പൊ അതിലാകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇതിൽ നിന്ന് നേടിയെടുക്കുന്ന ഒരു ആക്ടിവിറ്റി, നമ്മുടെ കഴിവുകള്, അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ഭാവി തലമുറക്ക് അത് പകർന്നു കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവിടെ നല്ല വിജയം വരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. സാറിന് ചിലപ്പോൾ പോകുമെങ്കിൽ ഒരു ഗൈഡ്, ഒരു വൈകാട്ടിയായിട്ട് നിൽക്കും നമുക്ക്. പക്ഷെ അതിനേക്കാൾ സാർ വിചാരിക്കുന്നേക്കാൾ വേഗത്തിൽ ഇത് കരസ്ഥമാക്കാൻ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഫോക്കസ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വിജയിക്കാൻ കഴിയും. നാളെ നമ്മളെല്ലാവരും സാറിനോട് സംസാരിക്കുമ്പോൾ നമ്മളൊരു സ്വപ്നം കാണും, വലിയൊരു സ്വപ്നം, ഞാൻ ഇതുപോലെ വിദേശത്തിലെ അമേരിക്കക്കാരൻ അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. പിന്നെ അതുകൂടാതെ കുട്ടികൾക്ക് IAS ഒക്കെ ഉള്ളവർക്ക് താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അതിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന കേസ് കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിനേക്കാൾ സാർ വിജയിക്കുന്ന നമ്മൾ പുരോഗതി നമ്മളെന്ത് കാണിച്ചു കൊടുക്കണം. കാരണം മറ്റുള്ള കേസ് കൊണ്ടൊന്നും നമ്മൾ പഠിക്കണം, ആ ചിന്ത നമ്മൾ വെക്കേണ്ടതാണ്. കാരണം നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ സാറിന് ചെയ്യുന്നത് ദൈവത്തിനുള്ള വലിയൊരു ഇതായിരിക്കും. കാരണം എന്താണ്, എപ്പോഴും പറയുമ്പോൾ ഞാൻ ഓപ്ഷനിന്റെ കുട്ടികളെ അവർക്ക് നല്ലൊരു മാർഗം കാണിച്ചത് സാറിന് ഓഫീസും ആഘോഷിക്കുന്നവരാണ് നമ്മൾ പോലെയല്ല. അതുകൊണ്ട് ആരെയും വിളിച്ചിട്ടും കിട്ടുന്നില്ല, കയ്യിലുള്ളവരും എടുക്കുന്നില്ല. പിന്നെ സാർ പഠിപ്പിച്ച 2 വിദ്യാർത്ഥികൾക്കെല്ലാം നന്ദി പറയും.